ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ? ഓ ഇഷ്ടപ്പെട്ടു. ക്ലീറ്റോച്ചേന്റെ പാർട്ടി ചേരാൻ വന്നില്ലേ ഏട്ടാ? ആ ചെക്കനാ. ഉച്ചക്ക് അവിടെ നിന്ന് ഊണ് കഴിക്കാനുണ്ട്. അപ്പൊ കുറച്ച് കറി കൊടുത്തിട്ട് പോരാ. ഇതുവരെ പഠിച്ചായിരുന്നു? ഡിഗ്രി കഴിഞ്ഞ ആളാണോ? ഡിഗ്രി. എന്നാ പിന്നെ വല്ല PSC ടെസ്റ്റ് എഴുതി ജോലി വല്ല മേടിക്കാൻ നോക്ക്. ഇതിന്റെയൊക്കെ പുറകെ നടക്കാതെ. രക്ഷപ്പെടുത്തി തരാന്നാണ് നേതാവ് പറഞ്ഞേക്കുന്നത്. പ്രധാനമന്ത്രി വരാനുള്ള ഒരു ഭാവി ഉണ്ടെന്നുണ്ട്. പറഞ്ഞായിരുന്നു ആക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു. ഒരുത്തന്നെ ആരോട് തീരുമാനമായി. ഇവിടെ തനിക്ക് ബുദ്ധി ഉണ്ടോടോ? അവൻ പോലും രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെയാണ് നിങ്ങൾ ഇനി പ്രധാനമന്ത്രി ആക്കാൻ നടക്കുന്നത്. കൃഷ്ണ, അതെ, ഇത് ഇവിടുത്തെ വേറൊരു ഒരു ലൈൻമാൻ എൻ്റെ അളിയനാ. രാഷ്ട്രീയ ബോധം എന്ന് പറയണത് ലേശമില്ല, ബോധമേ ഇല്ല. നീ കൈ കഴുകിയിട്ട് അവിടെ ഇരിക്കുക, ഊണ് കഴിക്കാം. നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്, കേട്ടാ. അവനെ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു ഉപദേശി വന്നേക്കണ്. ബാക്കി അവൻ പോയിട്ട് ഞാൻ വരണുണ്ട്, പിന്നെ കാണാം. ഇല്ലേ ചമ്മന്തിയുടെ കൊണ്ട് അവളിപ്പോ കൊണ്ടുവരും. ചമ്മന്തി ആളുകളെ വിളിച്ച് അവൻ പോലും രക്ഷപ്പെട്ടില്ല. ഇനി അവൻ ലോകത്തുള്ളവരെ മുഴുവൻ വിളിച്ച് പ്രധാനമന്ത്രി ആക്കാൻ പോകും. വായി നോക്കി. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് മാമ എത്ര ആരോണ്ട് പറഞ്ഞു? നീ ആ ഫോൺ പിടിച്ചു. കൊച്ചുങ്ങളെ ബുദ്ധിക്കും കാഴ്ചക്കൊക്കെ പ്രശ്നമാണിത്, ഈ മൊബൈൽ ഫോൺ. ഏട്ടാ അങ്ങനെങ്കിലും കുറച്ചു നേരം രണ്ടും അടങ്ങിയിരിക്കട്ടെ. ഇങ്ങനെ വിചാരിച്ചിട്ട് തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ വഴിയേറ്റി പോണത്. പിന്നെ ഒരു പ്രാവശ്യം അങ്ങ് ഫോണിൽ കളിക്കുമ്പോഴത്തേന് കണ്ണു പോവല്ലേ, പോടാ. ഇങ്ങനെ പല പ്രാവശ്യമല്ലേ ചെയ്യണത്? ഇത് ഒരു പ്രാവശ്യം കളിച്ചവര്. അങ്ങനെയാണെങ്കിൽ ഇവളുടെ കണ്ണ് എന്ന് പോകേണ്ടതാ. അത് ശരി. അപ്പൊ നീ 20 ഫോൺ തന്നെ? പിന്നെ അല്ലാതെ അത് എന്നെ അവള് സപ്പോർട്ട് ചെയ്യണം. മകളെ വെള്ളം എടുത്തിട്ട് പാടി. മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഉച്ചക്ക് നീ ചോറ് തിന്നിട്ട് എന്നെ പേടിച്ചങ്ങ് മുങ്ങിയല്ലടാ. എന്തിനാ? നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ എന്റെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. ഇടപെടും ഞാൻ. നീയോ രാഷ്ട്രീയം കൊണ്ട് നശിച്ച് തൊലഞ്ഞ് ആ പാവപ്പെട്ട ചെറുക്കനെ കൂടി ഇതിനകത്ത് പിടിച്ചിറക്കണം ഞാൻ പറഞ്ഞു. ഇപ്പൊ തെറ്റ്. ഞാൻ രാഷ്ട്രീയത്തിൽ നശിച്ചെന്ന് നിന്റെ അടുത്ത് ആരടാ പറഞ്ഞു? ആരെങ്കിലും പറയണോ? ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. ജമന്തി, ഒരു പുതിയ പയ്യൻ വന്നില്ലേ എന്റെ പാർട്ടിയില്. അവന്റെ അടുത്ത് എന്തൊക്കെയാണ് അവൻ പറഞ്ഞു കൊടുത്തതെന്ന് അറിയാമോ? അവനോട് വേറെ വല്ല പണിക്കും പോവാൻ. പിന്നെ അത് പറയേണ്ട ആവശ്യം എന്താ നിനക്ക്? എടി അതൊരു പാവം ചെറുക്കൻ, അവനൊന്നും അറിഞ്ഞൂടാ. ഇവൻ കൊണ്ട് നശിപ്പിക്കും അവനെ. അയ്യോ അതുകൊണ്ട് എന്താ മാത്രമല്ല ഇവ എന്തൊക്കെ പറഞ്ഞറിയാം എന്നെ പറ്റി മോശമായിട്ട്. അവന്റെ മുമ്പിൽ എന്റെ വില ഉണ്ടാവും. എന്ത് വില? എനക്കൊരു വിലയില്ലല്ലോ. നീ അങ്ങനെ ഒന്നും പറയണ്ട. ഈ ലോകത്ത് എന്തോരം പാർട്ടി ഉണ്ടടാ. അവിടെ ഒന്നും ചേരാതെ ആ ചെറുക്കൻ ക്ലീറ്റോനെ തന്നെ തേടി വരണമെങ്കിൽ ക്ലീറ്റോന്റെ മഹത്വം കൊണ്ടല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക ജമന്തി, പറഞ്ഞു കൊടുക്ക അവന്. അത് ശരി. നീ കൂടെ അങ്ങോട്ട് കയറിയാ? അതല്ലേട്ടാ, നല്ലത് കണ്ട നമ്മള് നല്ലതെന്ന് തന്നെ പറയണം. നിനക്ക് അറിയാൻ പാടില്ല കനക, ആ ചെക്കൻ എന്ത് സ്നേഹവും ബഹുമാനാന്ന് പറയുമ്പോ നീ ഒന്ന് ചെന്ന് നോക്കണം. നിനക്ക് ക്ലീറ്റോന് ഒരു വിലയില്ല, അതുകൊണ്ട് തന്നെ. ഇത് ഒരു തുടക്കം മാത്രമാണ്. നീ നോക്കിക്കോ, ഇനി ആയിരക്കണക്കിന് പയ്യന്മാര് എന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വരും പാർട്ടിയിലേക്ക്. 2 ദിവസം കഴിയുമ്പോ മാറ്റി പറഞ്ഞോളൂ. നോക്കിക്കോ, നമുക്ക് കാണാം. എടാ ഇത് അസൂയാണ്, അസൂയ. നീ എന്നെ അംഗീകരിക്കൂല, വേണ്ടടാ. പക്ഷെ അസൂയക്കും കുശുമ്പിനും കഷണ്ടിക്കും ഒന്നും മരുന്നില്ല കേട്ടോ. ഇതിനെല്ലാത്തിനും മരുന്നുണ്ടോളിയാ. പിന്നെ നീ നോക്കിക്കോ, ഈ പയ്യനെ എല്ലാം തികഞ്ഞ ഒരു ഉഗ്രൻ രാഷ്ട്രീയക്കാരനാക്കി ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തൂടാ. ആദ്യം നീ നന്നാവിടാ. നന്നാക്കാൻ നടക്കുന്ന കൃഷ്ണ, കൃഷ്ണ, അതാ പയ്യൻ. ചെറിയ പ്രശ്നമുണ്ട്. ചെറിയൊരു പ്രശ്നമുണ്ട്, വാ പറയാം.
രാഷ്ട്രീയ പ്രവർത്തനം വീട്ടിനകത്താണ്. അവൻ രാത്രിയിൽ ഏട്ടൻ ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ, വെറുതെ അലമ്പുണ്ടാക്കാൻ. പിന്നല്ലാതെ എന്തെങ്കിലും സംസാരിക്കണ്ടേ അവന്റെ പാർട്ടി ഓഫീസിൽ പോയി സംസാരിക്കണം. എന്തുവാ ക്ലീറ്റോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും, നിനക്ക് എന്താ കുഴപ്പം? ഞങ്ങളുടെ വീട്ടിലല്ലേ. ഏതായാലും ഇത് അടച്ചിട്ടെന്താ പരിപാടി ഇവിടെ? മിണ്ടായിരിക്കട്ടെ, അവർക്ക് കേക്കട്ടെ, കേക്കാൻ തന്നെ പറയുന്നത്. നിനക്ക് എന്തോ കനക? പിന്നല്ലാതെ ആ പിന്നെ വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ കയറിപ്പിക്കേ. ഏട്ടൻ ഇങ്ങോട്ട് ഞങ്ങളാ ഞങ്ങളുടെ പാടായി. ആ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നേക്കുന്നു. ഇങ്ങോട്ട് വന്നേ വാ. അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലാവരും ഒന്ന് സഹകരിക്കണം. എന്തുറ്റി? അതെ, ഈ കൃഷ്ണൻ ഭയങ്കര ബഹളമായിരുന്നു ലോഡ്ജ് കിടന്ന്. എന്തിന്? അവന് വട്ടാണെന്ന്. ആർക്ക്? ഇവന് കൃഷ്ണന് വട്ടാണെന്ന്. അങ്ങനെയുള്ള ഒരുത്തനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ അവൻ എന്ത് ചെയ്യും? അവൻ ഞങ്ങളുടെ കൂടെ നടക്കുന്ന നാട്ടുകാർ മുഴുവൻ കണ്ടതാ. അവൻ വല്ല അഭിയോഗം കാണിച്ചാലേ ഞങ്ങൾ എല്ലാവരും കുടുങ്ങും. പിന്നെ അത് മാത്രമാണോ, അവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചില്ലേ? കാശോ? ആ, 10,000 രൂപ അവൻ വന്ന ഉടനെ പാർട്ടി മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞ് മേടിച്ച്. ആ പൈസ കൊണ്ടല്ലേ പാർട്ടി ഓഫീസിന്റെ വാടകയും കൊടുത്ത് പറ്റേടലെ കടവും തീർത്തത്. എന്നും ചെയ്യാനില്ല. മാമിന്റെ വീട്ടുകാരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വഴി പറഞ്ഞു കൊടുത്തു. അവരിങ്ങോട്ട് വരും. ഇങ്ങോട്ടാ? ആ കനക, അങ്ങനെ ഒരാളുടെ കൂടെ ക്ലീറ്റോ ഒന്ന് പോയി രക്ഷിക്കടാ. എന്തേ? എനിക്ക് പേടിയാവുന്നടാ, എന്തെങ്കിലും ചെയ്യും. നീ അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് നിന്റെ കാര്യം നീ നോക്കിക്കോളാം. അങ്ങോട്ട് ഇടപെടണമെന്നല്ലേ പറഞ്ഞത്? താങ്കൾ അതിനകത്ത് വിഷമിക്കണ്ട. അവൻ ആകെ നല്ല വിശ്വാസമുള്ള ഒരാളാണ് ക്ലീറ്റസ്. ഒന്നും സംഭവിക്കില്ല.